നമസ്കാരം. സ്മൈൽ സെന്റർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ രൂപേഷ് എന്ന് പറയുന്ന നമ്മുടെ പ്രോസ്റ്ററോണ്ടിസ്റ്റ് ആണ്. ഇദ്ദേഹം ഞങ്ങളുടെ കൺസൾട്ടന്റ് ആണ്, കൺസൾട്ടന്റ് പ്രോസ്റ്ററോണ്ടിസ്റ്റ് ആണ്. ഇദ്ദേഹം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ രൂപേഷ്, വെൽക്കം. താങ്ക് യു. അപ്പോ നമ്മള് ഇന്ന് ഒരു പ്രത്യേക യുണീക് ടോപ്പിക്, അതെ, ഒരു യുണീക് ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്മൈൽ സെന്റർ ഇന്ത്യയുടെ മറ്റ് അധ്യായങ്ങളിൽ വി ഹാവ് സ്പോക്കൺ അബൌട്ട് ഈ ഓറൽ ഹൈജീൻ ടെക്നിക്, എങ്ങനെ ബ്രഷ് ചെയ്യാം, എന്ത് ടൈപ്പ് ബ്രഷുകൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് ബ്രീഫായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും കൂടെ ഉണ്ടായിരുന്ന ഒരു ഇതിലായിരുന്നു ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള, അതായത് ബ്രഷിങ് അല്ലാതെ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് ഇപ്പൊ ബ്രഷ് കയ്യിലില്ല, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് എന്തെല്ലാം വേറെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം വായ ക്ലീൻ ആക്കി വെക്കാനും ദന്താരോഗ്യ സംരക്ഷണത്തിനും. ബ്രഷിങ്ങിന് ഒന്നും ഒരു ബദലല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും പ്രായോഗികമായ എന്താണ് ചുളുക്കുവിദ്യകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ വിധി പ്രകാരമുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രശാന്ത്, ഈ കഴിഞ്ഞ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വേൾഡ് ചൂയിങ് ഗം ഡേ. ബബിൾ ഗം ഡേ ആയിരുന്നു, പക്ഷെ ചൂയിങ് ഗമും ആവാം. ഏകദേശം ഒരാഴ്ചക്ക് മുമ്പായിരുന്നു തോന്നുന്നു. അപ്പൊ പലപ്പോഴും ഈ ഡെന്റൽ ഈ ചൂയിങ് ഗത്തിന്റെ അഡ്വർടൈസ്മെന്റുകളെല്ലാം കാണാം. ചൂയിങ് ഗം ഈ അടുത്ത് ഏതോ ഓർബിറ്റിന്റെയോ എന്തിന്റെ അഡ്വർടൈസ്മെന്റിൽ കണ്ടു, നമ്മുടെ ചൂയിങ് ഗം ചവച്ചു കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കുന്ന പോലെ എല്ലാം, അതായത് പല്ലിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ ചൂയിങ് ഗം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് അവര് ആൾക്കാരെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വല്ല ഈ ചൂയിങ് ഗം കൊണ്ട് അങ്ങനെ വല്ല പല്ലിന്റെ സംരക്ഷണത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി മിക്കവാറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ താല്പര്യം കാണുമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ചൂയിങ് ഗം കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ചൂയിങ് ഗം കൊണ്ട് നമുക്ക് സലൈവറി സെക്രീഷൻ ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ സലൈവറി സെക്രീഷൻ, അതായത് ഉമിനീർ ഗ്രന്ഥികളുടെ ആക്ടിവിറ്റി കൂടുമ്പോൾ കൂടുതൽ ഉമിനീർ ഉൽപ്പാദിക്കുകയും അതുമൂലം നമുക്ക് ഡീക്കെ പ്രിവെന്റ് ചെയ്യാനും ക്ലീനിങ് ആക്ഷനും ഇതെല്ലാം നടക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ബഫറായിട്ട് ഇത് പല്ലുകളുടെ ഇടയിൽ ഇത് നിൽക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ടെൻഷനുള്ള അവസരങ്ങളിൽ ചൂയിങ് ഗം ചൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റിലേക്കുള്ള പ്രഷർ ട്രാൻസ്മിഷൻ കുറയ്ക്കുകയും അതുമൂലം നമുക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് എംഫസൈസ് ചെയ്യാറുള്ളത്. അല്ല, തീർച്ചയായും. ഇപ്പം ഡോക്ടർ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ കൂടുതൽ സലൈവ സെക്രീഷൻ ഉണ്ടാകുമ്പോൾ പല്ലുകൾ സ്വാഭാവികമായും ക്ലീനായി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മിക്കവാറും ഈ ചൂയിങ്ങത്തിലുള്ള സൈലറ്റോൾ എന്നുള്ളൊരു കമ്പോണന്റ്, അതൊരു ആന്റി ബാക്ടീരിയൽ ആക്ഷനും കൂടി അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മിക്കവാറും ഈ ചൂയിങ്കം ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള, അതായത് ഷുഗറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, എസ്പെഷ്യലി ഇപ്പൊ ഈ സൈലറ്റോൾ ഉള്ള കമ്പോണന്റ് ഉള്ള ചൂയിങ്ങങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പല സ്റ്റഡികളിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു 30-35% ബാക്ടീരിയൽ കോളനൈസേഷൻ പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഷുഗർ ഉള്ള ചൂയിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംഗതി മുഴുവൻ അവതാളത്തിലാവും. അത് കൂടുതൽ പ്ലാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ ബാക്ടീരിയൽ കോളനൈസേഷനും കൂടും. തീർച്ചയായും. പിന്നെ അതുകൊണ്ട് ക്യാവിറ്റി വരാനും എല്ലാ പ്രശ്നങ്ങളും സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ് ഗം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എസ്പെഷ്യലി സൈലറ്റോൾ പോലെയുള്ള ഓൾട്ടർനേറ്റ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഗമ്മുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഭംഗി. പക്ഷെ പ്രശാന്ത്, ഈ ചൂയിങ് ഗം ഇത് കൂടാതെ വേറെയും പല ആക്ടിവിറ്റികളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൾക്കാർക്ക്
ഈ സ്മോക്കിംഗ് ഒരു ഡെന്റൽ ഹെൽത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഒരു അക്രമിയാണ് സ്മോക്കിംഗ് എന്നുള്ളത്. അപ്പൊ ഈ ചൂയിങ് ഗം ക്യാൻ ഓൾസോ പ്രിവെന്റ് സ്മോക്കിംഗ്. അതായത് ആ സ്മോക്കിങ്ങിന്റെ ടെൻഡൻസി വരുമ്പോൾ ഒരു ചൂയിങ് ഗം എടുത്ത് വായിലിട്ടാൽ അത് പ്രിവെന്റ്. മാത്രമല്ല അത് അതിനുള്ള നിക്കോട്ടീൻ ഗംസും ഇപ്പൊ അവൈലബിൾ ആണ്. അതെ, തീർച്ചയായും നിക്കോട്ടീൻ, അതായത് ആ സ്മോക്കിങ്ങിന്റെ ആ ഒരു ക്രേവിംഗ് വരുമ്പോൾ നിക്കോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ചൂയിങ് ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മോക്കിങ്ങിന്റെ ഒരു ചെറിയൊരു എഫക്ട് അതിന് കിട്ടുകയും ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, വേറൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ചിലപ്പോൾ സ്മോക്കിംഗ് വേണ്ട, ചെയ്യേണ്ട എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ബാഡ് ബ്രെത്ത് ഉള്ളവരില്, പലപ്പോഴും ബാഡ് ബ്രെത്ത് ഉള്ളവരില് നമുക്ക് ബാഡ് ബ്രെത്ത് വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരുപാട് സമയം, എത്ര വൃത്തിയുള്ള വായുള്ള ഒരാളായാലും ഒരുപാട് സമയം അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാഡ് ബ്രെത്ത് ഉണ്ടാവും ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ആളെ അഭിമുഖീകരിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർ ചൂയിങ് ഗം ഉപയോഗിച്ച് ഒന്ന് ചവച്ച് ഒരല്പം വായ അങ്ങ് ഫ്രഷൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ബാഡ് ബ്രെത്ത് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും അവർക്ക് ഒരു ഫ്രഷ് ബ്രെത്ത് വരികയും ചെയ്യും. എസ്പെഷ്യലി പബ്ലിക്കായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ആരെങ്കിലും ആയിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അങ്ങനെ ഒരു ഒക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കാനോ ആ സമയത്ത് പോയി ബ്രഷ് ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ മേ ബി ഒരു ചൂയിങ് ഗം ഇട്ട് ചവച്ച് കഴിഞ്ഞാൽ വായയും ഒരു ഫ്രഷ് ആയി തോന്നാൻ സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. വേറൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ചൂയിങ് ഗത്തിനെ പറ്റിയുള്ള ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. അത് ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമുക്കൊരു മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി പലർക്കും നമുക്കുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഉച്ചയ്ക്ക് മീൽ കഴിഞ്ഞൊരു ചൂയിങ് ഗം എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ, ഷുഗർ ഫ്രീ ചൂയിങ് ഗം വായിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്രേവിങ്, നമുക്ക് ആ മധുരത്തിനോടുള്ള ക്രേവിങ് ആ ഒരു സമയത്തേക്ക് അത് മാറിക്കിട്ടാനും കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകാനും പ്രോബ്ലി സഹായിക്കും. നേരത്തെ ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ് ചൂയിങ് ഗം. നമ്മളിങ്ങനെ ഈ ചൂയിങ് ഗം ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന സമയത്ത് ഒരു ചൂയിങ് ഗം എടുത്ത് വായിൽ ചവച്ചു കഴിഞ്ഞാൽ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഇത് സെക്രീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഈ സ്ട്രെസ് കുറയ്ക്കാനും, അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് ചൂയിങ് ഗം എടുത്ത് തന്നെ ചവച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഇച്ചിരി സമാധാനം കൈവരിക്കുന്നതായിട്ടും നമുക്ക് ചൂയിങ് ഗം ഉപയോഗിക്കുന്ന ആൾക്കാർ. വേറൊരു പ്രധാനപ്പെട്ട, ഞാനിപ്പോ ഇതിനെപ്പറ്റി ആ ഒരു ദിവസം ഇതിനെപ്പറ്റി വായിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ബ്രെയിൻ ആക്ടിവിറ്റി. അതായത് ഒരു സ്റ്റഡി കണ്ടിട്ടുള്ളത് ഒരു 30% മെമ്മറി ഇംപ്രൂവ്മെന്റ്, എസ്പെഷ്യലി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ചൂയിങ് ഗം ചവച്ചുകൊണ്ട് 24% അവർ 36% എക്സാമുകൾക്ക് അവര് കൂടുതൽ നന്നായി എക്സാം എഴുതിയതായിട്ട് കാണാം. ചൂയിങ് ഗം ചവച്ചിരുന്ന കുട്ടികളും അല്ലായിരുന്നത്. പക്ഷെ സ്കൂളുകളിൽ സമ്മതിക്കില്ല. എന്നിരുന്നാലും ഇതൊരു ഒരു പ്രത്യേകതയായിരുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടാനും ഈ ചൂയിങ് ഗം സഹായിക്കും. പക്ഷെ ഡോക്ടർ പ്രശാന്ത്, നമ്മൾ കൂടുതൽ ചവയ്ക്കുന്നത് നല്ലതുമല്ല ഇപ്പൊ ഒരു ചൂയിങ് ഗം ചവച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആവുകയാണെങ്കിൽ പോലും, കാരണം ഒന്ന് അഡിക്ഷൻ ആവാം, പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കാം, ഈ മസിൽ ചിലപ്പം കഴിക്കാം, അങ്ങനെയുള്ള സംഭവം. അപ്പൊ ഒന്നും അമിതമാവരുത്. രണ്ടാമത്തത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ചൂയിങ് ഗം ബ്രഷിങ്ങിന് ബദലല്ല. ഇപ്പൊ ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ചൂയിങ് ഗം ഇത് ചെയ്യുന്നത് ബ്രഷിങ്ങിന് ബദലല്ല. പിന്നെ ചില ചൂയിങ് ഗമുകൾ ഡയറിയ ഉണ്ടാക്കാം. ഈ സോർബിറ്റോൾ പോലെയുള്ള സ്വീറ്റനിങ് ഏജന്റ് ഉള്ളത് ഡയറിയയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ്. നമ്മുടെ ബ്രഷിങ്ങിന് പ്രോബബ്ലി ബ്രഷിങ് എപ്പോഴെപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചൂയിങ് ഗം ഒരു നല്ലൊരു ഉപാധി ആണ്, മിതമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ചൂയിങ് ഗം കൂടാതെ മറ്റ് അനേകം ഇതേപോലെ എസ്പെഷ്യലി നമ്മളുടെ രാജ്യത്ത് നമ്മുടെ ആയുർവേദ വിധി പ്രകാരമുള്ള പല പല മെത്തേഡും ഇൻഫർമേഷൻസും ഉണ്ട്. അത് നമുക്ക് ഒരു അടുത്ത അധ്യായത്തിൽ സംസാരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇത്രയും കേട്ടതിൽ നന്ദി. നമസ്കാരം.